നമസ്കാരം. ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന പാഠഭാഗത്തിലെ ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ നോക്കിയാൽ, ആദ്യത്തെ കുറച്ച് ഭാഗം എന്ന് പറഞ്ഞാൽ ഹാൻസ് ക്രിസ്റ്റ്യൻ എയ്സ്റ്റഡ് കണ്ടുപിടിച്ച ഒരു കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് സമീപത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് സമീപത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. അപ്പോ ഇത് അതിന്റെ ഒരു ചിത്രമാണ്. നമ്മൾ ഇത് കണ്ട സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പ്രവഹിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുണ്ട്. നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. ഇതെന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. ഇത് ഡിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെ? മാഗ്നറ്റിക് നീഡിലിന്റെ പൊസിഷൻ ഒക്കെ മാറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പോ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് why does a magnetic needle deflect on placing near a current carrying conductor എന്ന് പറഞ്ഞാൽ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് സമീപത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാൻ കാരണമെന്ന്. എന്താണ്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് സമീപത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാനുള്ള കാരണമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു മാഗ്നറ്റ് ആണല്ലേ, ഇതൊരു സ്ഥിരകാന്തമാണ്. അപ്പൊ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഏത് കണ്ടക്ടർ ആയാലും അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്താകും? അതൊരു മാഗ്നറ്റ് ആവും. എനി കണ്ടക്ടർ ബിക്കംസ് എ മാഗ്നറ്റ് ഓൺ പാസിംഗ് കറണ്ട്. അർത്ഥം എന്താണ്? കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഏത് കണ്ടക്ടർ ആയാലും അത് മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എ ബി എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ഓൾറെഡി നമ്മൾ എൻ എസ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് നീഡിലൂടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എൻ എസ് എന്ന് പറയുന്നത് മാഗ്നറ്റ് ആണ്, എ ബി എന്ന് പറയുന്നത് മാഗ്നറ്റ് ആണ്. നമുക്കറിയാം, രണ്ട് മാഗ്നറ്റുകൾ അടുത്തടുത്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യാം. അതായത് ഒരു മ്യൂച്വൽ ആക്ഷൻ ഇവിടെ നടക്കും. അപ്പൊ എൻ എസ് എന്ന് പറയുന്ന മാഗ്നറ്റിക് നീഡിന്റെയും എ ബി എന്ന് പറയുന്ന മാഗ്നറ്റിന്റെയും, മാഗ്നറ്റ് എന്ന് പറയാൻ കാരണമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് കണ്ടക്ടർ എന്നാണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പൊ എ ബി എന്ന് പറയുന്ന മാഗ്നറ്റും എൻ എസ് എന്ന് പറയുന്ന മാഗ്നറ്റിക് നീഡിലും തമ്മിലുള്ള മ്യൂച്വൽ ആക്ഷന്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ മാഗ്നറ്റിക് നീഡില് ഡിഫ്ലക്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞ ഹാൻസ് ക്രിസ്റ്റ്യൻ എയ്സ്റ്റഡിന്റെ ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് സമീപത്തായിട്ട് മാഗ്നറ്റിക് നീഡിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു? അത് ഡിഫ്ലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഡിഫ്ലക്ട് ചെയ്യാനുള്ള കാരണമാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്താണ്? എൻ എസ് ഒരു മാഗ്നറ്റ് ആണ്. എ ബി എന്ന് പറയുന്നത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതും മാഗ്നറ്റ് ആയിട്ട് മാറും. ഈ രണ്ട് മാഗ്നറ്റിന്റെയും മ്യൂച്വൽ ആക്ഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടുത്തെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഇവിടെ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ലോ വെച്ച് നമുക്ക് കൃത്യമായിട്ട് ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ആ ലോയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇത് പറയുന്നതിന് മുൻപ് നമുക്കൊരു എക്സ്പെരിമെന്റ് പറയാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു സെല്ലാണ്, ഇത് സ്വിച്ച് ആണ്. ഇതൊരു തെർമോകോൾ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ്. എന്താ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഒരു തെർമോകോൾ എടുക്കുന്നു, അതിനെ കൃത്യം നടുക്കായിട്ട് നമ്മൾ ഒരു ഹോൾ ഇടുന്നു, അതിലൂടെ ഒരു കണ്ടക്ടർ കയറ്റി വെക്കുന്നു. ഇവിടെ നമുക്ക് എ ബി എന്ന് പറയാം. എ ബി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ സി ഡി എന്ന് പറയാം. സി ഡി എന്ന് പറയുന്ന കണ്ടക്ടർ നമ്മൾ ഒരു തെർമോകോളിന് നടുക്കൊരു ഹോൾ ഇട്ട് അതിലൂടെ കയറ്റി വെക്കും. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സി ഡി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു? ഒരു സെല്ലിനെ കണക്ട് ചെയ്തു. സംശയമില്ലല്ലോ. ഇനി ചെയ്തത് ഇതെന്താണ്? ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഒരു തെർമോകോൾ ആണെന്ന് പറഞ്ഞല്ലോ. അതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് കാന്തപ്പൊടി അല്ലെങ്കിൽ ഇരുമ്പ് പൊടി വിതറും. അയൺ ഫില്ലിങ്സ് വിതറും. എവിടെ? ഈ കാർഡ്ബോർഡിന്റെ അല്ലെങ്കിൽ തെർമോകോളിന്റെ മുകളിലാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഓൺ ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്തിട്ട് പതുക്കെ നമ്മൾ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞു, ഇവിടെ കുറച്ച് കാന്തപ്പൊടി അല്ലെങ്കിൽ ഇരുമ്പ് പൊടി വിതറിയിട്ടുണ്ട്. ഈ ഇരുമ്പ് പൊടി വിതറിയ കാർഡ്ബോർഡിൽ നമ്മൾ പതുക്കെ ഇങ്ങനെ ജെന്റ്ലി ടാപ്പ് എന്ന് പറഞ്ഞാൽ പതുക്കെ ടാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പതുക്കെ തട്ടിക്കൊടുക്കും. ഒന്നുകൂടെ പറയാം, ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ഒരു തെർമോ കോൾ എടുക്കുന്നു, അതിന്റെ കൃത്യം നടുക്കായിട്ടൊരു ഹോൾ ഇട്ട് സി ഡി എന്ന് പറയുന്ന കണ്ടക്ടർ അതിലേക്ക് കയറ്റി വെക്കുന്നു. സി ഡിയിലേക്ക് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സെല്ലിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്യുന്നു. അതിനുശേഷം എന്താ പറഞ്ഞേ? കാർഡ്ബോർഡിൽ വിതറിയിട്ടുള്ള അയൺ ഫില്ലിങ്സ് ഉണ്ട് അല്ലെ. അപ്പൊ പതുക്കെ ഈ
കാർഡ്ബോർഡിൽ അല്ലെങ്കിൽ തെർമോകോളിൽ തട്ടിക്കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം, ഇവിടെ വരച്ചിട്ടുണ്ട് ആണ്. ഈ ഇരുമ്പ് പൊടി അല്ലെങ്കിൽ കാന്തപ്പൊടി വിവിധ വൃത്തങ്ങളായിട്ട് ഫോം ചെയ്യും, അല്ലെങ്കിൽ പല തരത്തിലുള്ള സർക്കിളുകളായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ആ ഹോൾ ഇട്ട ഭാഗം ഉണ്ടല്ലോ, ആ ഹോൾ ആണ് ഇതിന്റെ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോ ഒരേ സെന്റർ ഉള്ള പല വലുപ്പത്തിലുള്ള സർക്കിളുകളായിട്ട് ഈ ഇരുമ്പ് പൊടി പ്രത്യേകം അറേഞ്ച് ചെയ്യപ്പെടും. അത്തരത്തിൽ ഒരേ സെന്റർ ഉള്ള സർക്കിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺസെൻട്രിക് സർക്കിൾസ്. എന്താണ്? കോൺസെൻട്രിക് സർക്കിൾസ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പരീക്ഷണത്തിലെ ഒബ്സർവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇരുമ്പ് പൊടി എന്തായിട്ട് സ്വയം അറേഞ്ച് ചെയ്യപ്പെടും? കോൺസെൻട്രിക് സർക്കിൾസിന്റെ ആകൃതിയിൽ ഡിസ്ട്രിബ്യൂട്ട്സ് themselves എന്ന് പറഞ്ഞാൽ അത് സ്വയം എന്ത് ചെയ്യപ്പെടും? വിതരണം ചെയ്യപ്പെടും. സംശയമില്ലല്ലോ. അപ്പോ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഈ കാന്തം വെച്ചുള്ള പരീക്ഷണത്തില് ഇരുമ്പ് പൊടി ഉപയോഗിക്കുന്നത് കാന്തത്തിന്റെ മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആകൃതി അറിയാനാണ്. അപ്പോ ഇരുമ്പ് പൊടി അല്ലെങ്കിൽ കാന്തപ്പൊടി ഒരു പ്രത്യേക ആകൃതിയിൽ അറേഞ്ച് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ കാന്തിക മണ്ഡലത്തിന്റെ ആകൃതിയാണ്. കാന്തിക മണ്ഡലത്തിന്റെ ആകൃതി എങ്ങനെയാണ്? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട്. കോൺസെൻട്രിക് സർക്കിൾസ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചത്? ഒരു ഋജു ചാലകം അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണമാണ് നമ്മൾ ചെയ്തത്. ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് അറൌണ്ട് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ്. മനസ്സിലായല്ലോ? പ്രത്യേകിച്ച് ഒരു കാര്യവും തലമുകയ്ക്കാനില്ല. നമ്മൾ ചെയ്തത് ഒരു തെർമോകോൾ എടുക്കുന്നു, അതിന്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഇടുന്നു, അതിലേക്ക് CD എന്ന് പറയുന്ന കണ്ടക്ടർ കയറ്റി വെക്കുന്നു. CD-യിലേക്ക് കറണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലിനെ വെച്ചിട്ടുണ്ട്, സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, സ്വിച്ച് ഓൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ വിതറിയ ഇരുമ്പ് പൊടി കാന്തിക മണ്ഡലത്തിന്റെ ആകൃതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പതുക്കെ ഇവിടെ തട്ടിക്കൊടുത്തു. അപ്പൊ എന്തായിട്ട് ഫോം ചെയ്യും? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് ഫോം ചെയ്യും. എന്തായിട്ടാണ്? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട്. നമുക്കറിയാം സർക്കിൾ എന്ന് പറഞ്ഞാൽ കറങ്ങുകയാണ് അല്ലെ? അപ്പോ കറങ്ങാൻ രണ്ട് തരത്തിലുള്ള ഡയറക്ഷൻ ആണ്. രണ്ട് തരത്തിൽ കറങ്ങാം. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ആന്റി ക്ലോക്ക് വൈസും. അപ്പോ നമുക്കിവിടെ സംശയം വരാം, ഇവിടെ ഏത് തരത്തിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് നമുക്ക് സംശയം വരാം. രണ്ട് തരത്തിൽ വരാമെന്ന് നമ്മൾ പറഞ്ഞു. ക്ലോക്ക് വൈസ് ആണോ ആകാം, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇതിൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഉപകരിക്കുന്ന നിയമമാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. ഏതാണ്? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. സംശയമില്ലല്ലോ. അപ്പോ റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന നിയമമാണ് ഇത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. സംശയമില്ലല്ലോ. അപ്പോ അത് എങ്ങനെയാണ് ആ നിയമം, അല്ലെങ്കിൽ ആ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ ശ്രദ്ധിക്കുക. റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്നാണല്ലോ പറയുന്നത്. അപ്പോ ഇതാണ് കണ്ടക്ടർ അല്ലെ? അപ്പൊ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ഈ കണ്ടക്ടർ ഉണ്ടല്ലോ, ഈ കണ്ടക്ടറിനെ നമ്മൾ ഈ വലത് കൈയിൽ പിടിച്ചിരിക്കുന്നു സങ്കല്പിക്കുക. റൈറ്റ് ഹാൻഡ് എന്നല്ലേ പറയുന്നത്. അപ്പൊ വലത് കൈയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഈ കണ്ടക്ടറിനെ പിടിച്ചിരിക്കുന്നു. അപ്പോ അതിനൊരു പ്രത്യേക രീതിയിലാണ് ഇത് ഹോൾഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് അറിയാമോ? ഈ തമ്പ് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കണം. അത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ ആയിരിക്കണം. മനസ്സിലായ? തമ്പ് പ്രൊജക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? രണ്ട് തരത്തിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യും അല്ലെ? അപ്പൊ പ്രൊജക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം? കറണ്ട് ഒഴുകുന്ന ഡയറക്ഷൻ ആയിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ അറിയണം. കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്ന? ഒരു സെല്ല് തന്നാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും എപ്പോഴും കറണ്ട് പാസ് ചെയ്യും. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്. ഇത് കണ്ടാൽ തന്നെ അറിയാം. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ D to C ആണ്. അപ്പൊ D to C തന്നെ ആയിരിക്കണം നമ്മുടെ തമ്പ് പ്രൊജക്ട് ചെയ്തിരിക്കേണ്ടത്. അപ്പൊ തമ്പ് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ D to C പ്രൊജക്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ നമ്മൾ വലത് കൈ പിടിക്കുന്നത്. ഈ കൈയിലാണ് നമ്മൾ കണ്ടക്ടർ വെച്ചിരിക്കുന്നത്, ഹോൾഡ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിക്കും. ഒരിക്കലും പറ്റില്ല. നമ്മള് കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറിനെ എടുത്ത് കൈ വെക്കണം എന്നല്ല പറയുന്നത്. പിന്നെന്താണ്? കറണ്ട് കടന്നു പോകുന്ന ആ കണ്ടക്ടർ നമ്മുടെ വലത് കൈയിൽ പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക.
അപ്പൊ മുകളിലോട്ടാണല്ലോ തമ്പ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ശ്രദ്ധിക്കുക, ഇതെങ്ങനെയാണ്? കുഴപ്പമുണ്ടോ? ഇങ്ങോട്ട്. കുഴപ്പമുണ്ടോ? അപ്പൊ ഏത് ഡയറക്ഷനാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഏത് ഡയറക്ഷനാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി തിരിച്ച് സി ടു ഡി ആയിരുന്നെങ്കിലോ? സി ടു ഡി ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? ആ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വന്നേനെ. എങ്ങനെ വന്നേനെ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സംശയമില്ലല്ലോ. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണല്ലോ, വലതു കൈ പെരുവിരൽ നിയമം എന്ന് മലയാളത്തിൽ പറഞ്ഞു. അതെന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് എറൗണ്ട് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിന്റെ അതേ ഉപയോഗമുള്ള, അല്ലെങ്കിൽ അതേ നിയമം എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു നിയമമാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അതാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഇതും ഉപയോഗം ഇത് തന്നെയാണ്. എന്താണ്? ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന നിയമമാണ് ഇത്, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പൊ റൈറ്റ് ഹാൻഡ്, നമുക്ക് രണ്ട് തരത്തിലുള്ള സ്ക്രൂകളാണ്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ ആണ്. ഏതാണ്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ. റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ മുറുകി വരുന്ന സ്ക്രൂ ആണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ. റൈറ്റിലോട്ട് തിരിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ മുറുകി താഴേക്ക് പോകുന്ന സ്ക്രൂകളെയാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്ന് വിളിക്കുന്നത്. അപ്പോ റൈറ്റ് ഹാൻഡ് സ്ക്രൂ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുത്ത് തിരിക്കുന്നു, അത് ഏത് ഡയറക്ഷനിലാകാം? ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുത്ത് നമ്മൾ ഇങ്ങനെ പിരിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരിക്കുമ്പോൾ, ആ സ്ക്രൂവിന്റെ ടിപ്പ് എങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോ സ്ക്രൂവിന്റെ ടിപ്പ് കാണിക്കുന്നത് എന്തിന്റെ ഡയറക്ഷൻ? കറണ്ടിന്റെ ഡയറക്ഷൻ. സ്ക്രൂവിന്റെ ടിപ്പ് കാണിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ. നമ്മൾ പറയുന്നത് എന്താണ്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ആണ്. അപ്പൊ എടുക്കുന്നത് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ മുറുകുന്ന സ്ക്രൂ ആണ്, അല്ലെ? അപ്പോ നമ്മളൊരു അങ്ങനെ ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുക്കുന്നു. ഈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുത്ത് നമ്മൾ തിരിക്കുന്നു. ഇങ്ങനെ തിരിക്കുമ്പോൾ അതിന്റെ സ്ക്രൂവിന്റെ ടിപ്പ് എങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുന്നു, അത് എന്തിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന പറഞ്ഞേ? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കറണ്ട്, വൈദ്യുതിയുടെ ഡയറക്ഷൻ ആണ്. ഇനി നമ്മൾ തിരിക്കുമല്ലോ, സ്ക്രൂ ഡ്രൈവർ വെച്ച് തിരിക്കുമല്ലോ. നമ്മൾ തിരിക്കുന്ന ഡയറക്ഷൻ, റൊട്ടേഷൻ ഓഫ് ദ സ്ക്രൂ ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ സ്ക്രൂവിന്റെ റൊട്ടേഷൻ എന്തിനെ കാണിക്കും? മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കും. മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കും. സംശയമുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ആണ്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഓഫ് ആരുടെയാണ്? മാക്സ്വെൽ. മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ പറയുന്നത് എന്താണ്? നമ്മളൊരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് തിരിക്കുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും. പിന്നെ സ്ക്രൂവിന്റെ റൊട്ടേഷൻ, നമ്മൾ സ്ക്രൂ എങ്ങോട്ട് തിരിക്കുന്നു, ആന്റി ക്ലോക്ക് വൈസ് ഓർ ക്ലോക്ക് വൈസ്, ആ ഡയറക്ഷൻ എന്തിന്റെ ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡിന്റെ ആയിരിക്കും. സംശയമില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളും. ഇത് രണ്ടിന്റെയും ഉപയോഗം ഒന്ന് തന്നെയാണ്, പക്ഷെ പറയുന്ന രീതി വ്യത്യാസമാണ്. രണ്ടും ഓർത്തിരിക്കണം. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ആരുടേതാണെന്ന് ചോദിച്ചാൽ മാക്സ്വെല്ലിന്റെയാണ്. മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞത് ഹാൻസ് ക്രിസ്റ്റ്യൻ എഴ്സ്റ്റഡിന്റെ എക്സ്പെരിമെന്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്തതാണ്. എന്താണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് സമീപത്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് സമീപത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്ട് ചെയ്യും. അങ്ങനെ ഡിഫ്ലക്ട് ചെയ്യാനുള്ള റീസൺ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്താണ് ഡിഫ്ലക്ട് ചെയ്യാനുള്ള റീസൺ? കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മീൻസ് എ കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടർ എന്തായിട്ട് മാറും? ഒരു താൽക്കാലിക കാന്തം, ഒരു ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ AB ഒരു മാഗ്നറ്റ് ആയി. തൊട്ട് താഴെ നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുണ്ട്. മാഗ്നറ്റിക് നീഡിൽ എന്ന് പറഞ്ഞാൽ അറിയാം, മാഗ്നറ്റ് തന്നെയാണ്. അപ്പോ മുകളിലും മാഗ്നറ്റ്, താഴെയും മാഗ്നറ്റ്, രണ്ട് മാഗ്നറ്റുകൾ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന മ്യൂച്വൽ ആക്ഷൻ കാരണമാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം ഒരു എക്സ്പെരിമെന്റ് ആണ്. അത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂളിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റിലേക്ക് വന്നത്. എക്സ്പെരിമെന്റ് എന്താണ്? ഒരു തെർമോക്കോൾ എടുക്കുന്നു, അതിന്റെ കൃത്യം മിഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹോൾ എടുക്കുന്നു, അതിലേക്ക് CD എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ നമ്മൾ കയറ്റി വെക്കുന്നു. CD എന്ന കണ്ടക്ടറിന് കറണ്ട് കൊടുക്കാൻ വേണ്ടി ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു.
ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ തെർമോകോളിൽ വിതറിയിട്ടുള്ള ഇരുമ്പുപൊടി അല്ലെങ്കിൽ അയൺ പൗഡർ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രമീകരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പതുക്കെ ഇതിലേക്കൊന്ന് തട്ടിക്കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് ഈ ഇരുമ്പുപൊടി സ്വയം അറേഞ്ച് ചെയ്യുന്നതായിട്ട് കാണും. അതിനർത്ഥം എന്താണ്? ഈ സി ഡി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഷേപ്പ് കാണിക്കുന്നതാണ് ഈ കോൺസെൻട്രിക് സർക്കിൾസ്. ഏതിന്റെ ആകൃതിയിലാണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഋജു ചാലകം. അതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? കോൺസെൻട്രിക് സർക്കിൾസിന്റെ ആകൃതിയിലാണ്. അതിന്റെ ഡയറക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാമെന്ന് പറഞ്ഞു. ക്ലോക്ക് വൈസ് ആയിട്ടും പറയാം, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും പറയാം. ഇത് ഏതാണോ, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നിയമമാണ് അല്ലെങ്കിൽ റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. കുഴപ്പമില്ലല്ലോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മള് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ വലത് കൈയിൽ പിടിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ തമ്പ് പ്രൊജക്ട് ചെയ്തിരിക്കേണ്ടത് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കണം. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഡി ടു സി ആണ്, കാര്യം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ പിടിക്കുന്നു. ആ സമയത്ത് കർവ്ഡ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള വളച്ചു വെച്ചിരിക്കുന്ന വിരലുകൾ എങ്ങോട്ടാണോ ഇരിക്കുന്നത് അതാണ് എന്തിന്റെ ഡയറക്ഷൻ? അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞേ? നമ്മളൊരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു. അപ്പോ തമ്പ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടായിരിക്കണം? കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബാക്കി കർവ്ഡ് ഫിംഗേഴ്സ് കാണിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. ഇവിടുത്തെ കേസിലാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, തിരിച്ചു വന്നാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതേ ഉപയോഗത്തിന് നമുക്ക് എന്തും ഉപയോഗിക്കാം. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം. മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. ഇത് പറയുന്നത് എന്താണ്? മാക്സ്വെലിന്റെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ പറയുന്നത് ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുക്കുക. അപ്പൊ ചോദിക്കാം, റൈറ്റ് ഹാൻഡ് സ്ക്രൂ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ ഉണ്ടോ? ഉണ്ട്. റൈറ്റ് ഹാൻഡ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ മുറുകുന്ന സ്ക്രൂകളാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ. ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സ്ക്രൂ തിരിക്കുക. തിരിക്കുമ്പോൾ അതിന്റെ ടിപ്പ് എങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുന്നോ അത് കറണ്ടിന്റെ ഡയറക്ഷനെയും ആ സ്ക്രൂവിന്റെ റൊട്ടേഷൻ മൊത്തത്തിൽ എന്തിനെയാണ് കാണിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ് കാണിക്കുന്നത്. സംശയമില്ലല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സോളിനോയിഡാണ്. സോളിനോയിഡിനെ പറ്റിയാണ് നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യണം. സോളിനോയിഡിന്റെ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കും.